ഫ്രണ്ട്സ്, ഇനി ബ്രൈറ്റ് അക്കാഡമി പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2021 മുതൽ 24 വരെ കേരള PSC 10th പ്രിലിംസിന് ചോദിച്ച കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനടിയിൽ ബ്രൈറ്റ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ജോയിൻ ചെയ്താൽ നമ്മുടെ 10th പ്രിലിംസിൻ്റെ 30D സ്റ്റഡി പ്ലാൻ ലഭ്യമാകുന്നതാണ്. അതിൽ ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കും അതിനുള്ള PDF-ഉം നൽകുന്നതാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ മറ്റൊരു നാമം ഫസൽ അലി കമ്മീഷൻ എന്നാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. 1953-ലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാകുന്നത് 1956-ലാണ്. 1956-ലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത്. 1956-ലാണ്. 1953-ലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ 1956-ലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനം നടക്കുന്നത്. 1956-ലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനം നടന്ന വർഷം 1956-ആണ്. അതുപോലെ 1956 നവംബർ 1-നാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത്. 1956 നവംബർ 1-നാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അംഗങ്ങളെപ്പറ്റി പഠിക്കാം. 3 അംഗങ്ങളെക്കുറിച്ച് പഠിക്കാം. സർദാർ KM പണിക്കർ, കാവാലം മാധവ പണിക്കർ, HN ഗുജ്റു. 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സർദാർ KM പണിക്കർ, HN ഗുജ്റു, കാവാലം മാധവ പണിക്കർ. ഇനി പറഞ്ഞതൊക്കെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ മറ്റൊരു പേര് ഫസൽ അലി കമ്മീഷൻ എന്നായിരുന്നു. ഇതിലെ അംഗങ്ങൾ സർദാർ KM പണിക്കർ, കാവാലം മാധവ പണിക്കർ, HN ഗുജ്റു ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956-ലാണ്. 1956-ലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനം നടന്നത്. 1956 നവംബർ 1-നാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നത്. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917-ലാണ്. 1917-ലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം എവിടെ വെച്ചാണ് നടന്നത്? ബീഹാറിൽ വെച്ചാണ് നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിൽ വെച്ചാണ് നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാവായിരുന്നു? രാജ്കുമാർ ശുക്ലയായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹം മൂലമാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജി സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിങ്കാതിയ സമ്പ്രദായമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിങ്കാതിയ സമ്പ്രദായമാണ്. എന്താണ് തിങ്കാതിയ സമ്പ്രദായം? ഭൂമിയുടെ 20-3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ ഒരു സമ്പ്രദായമാണ് തിങ്കാതിയ സമ്പ്രദായം. ഭൂമിയുടെ 20-3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിങ്കാതിയ സമ്പ്രദായം.
എനിക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിൽ വെച്ചാണ് നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാക്കാനിടയായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം പൊട്ടിപ്പുറപ്പെടുവിക്കാനുണ്ടായ കാരണം തിങ്കാതിയ സമ്പ്രദായം. തിങ്കാതിയ സമ്പ്രദായം എന്നാൽ ഭൂമിയുടെ 1/3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിങ്കാതിയ സമ്പ്രദായം. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ 1929 ഡിസംബർ 31 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തിയത്. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ലാഹോറിൽ വെച്ച് ഇന്ത്യൻ പതാക ഉയർത്തിയത്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായിരുന്ന ആദ്യ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഈ സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും. അതുപോലെ തന്നെ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയതും ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞു പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1923 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ലാഹോറിൽ വെച്ച് ഇന്ത്യൻ പതാക ഉയർത്തി. ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യ സമ്മേളനം ലാഹോർ സമ്മേളനമായിരുന്നു. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885 ഡിസംബർ 28 ഡിസംബർ 28 INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഡിസംബർ 28, 1885. INCയുടെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു INCയുടെ ആദ്യകാല നാമം. സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. ചെയർപേഴ്സണും 2 അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണും 2 അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ ചെയർപേഴ്സൺ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. ചെയർപേഴ്സൺ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. പിന്നെ അതുപോലെ 2 അംഗങ്ങൾ വേണമെന്ന് പറഞ്ഞല്ലോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്. അതിൽ ഒരു അംഗം 7 വർഷം സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. കുറഞ്ഞത് 7 വർഷം
സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കണം. മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കണം. ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. സംസ്ഥാന കമ്മീഷൻ ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും സംസ്ഥാന കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒരു സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കണം. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയാണ്. ചെയർപേഴ്സൺ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. ഒരു അംഗം 7 വർഷം സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമുള്ള വ്യക്തിയായിരിക്കണം. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം 1989 നവംബർ 20-നാണ്. 1989 നവംബർ 20-ന് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഒരു കൺവെൻഷൻ നടത്തിയിരുന്നു. ആ കൺവെൻഷനിലാണ് UN ഈ പ്രമേയം അവതരിപ്പിച്ചത്. അതുപോലെ നമുക്ക് ഇനി UN-നെ കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞു പോകാം. UN സ്ഥാപിച്ചത് 1945 ഒക്ടോബർ 24-നാണ്. UN സ്ഥാപിച്ചത് 1945 ഒക്ടോബർ 24-നാണ്. ആസ്ഥാനം ന്യൂയോർക്ക് മാൻഹട്ടനിലാണ്. യൂറോപ്യൻ ആസ്ഥാനം ജനീവയിലാണ്. UN-ന്റെ ആസ്ഥാനം ന്യൂയോർക്ക് മാൻഹട്ടനിലാണ്. അംഗസംഖ്യ 193ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്ന വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു? ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യകാലത്ത് ഉയർന്നു വന്നതാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാകുന്നു? വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് 8 ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി. നമുക്ക് ആ ഓപ്ഷൻസ് നൽകിയിട്ടില്ലാത്തതുകൊണ്ട് ഉത്തരം ഡയറക്റ്റ് പറഞ്ഞു പോവാം. ജസ്റ്റിസ് ഗോപാൽ ബല്ലഭ് പട്നായിക്കാണ്. ഇദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ല. നിലവിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സായനെയാണ്. അതിനു മുന്നേ ഉള്ളത് അരുൺകുമാർ മിശ്രയായിരുന്നു. വിജയഭാരതി സായനയ്ക്ക് മുന്നേ ഉള്ളത് അരുൺകുമാർ മിശ്രയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് 293-ാമത്തെ അനുച്ഛേദമാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് 293-ാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട്
സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം ഏതാകുന്നു? അത് 28(1) പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന അനുച്ഛേദം 28(1). അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചെറിയ കാര്യങ്ങളും പറഞ്ഞു പോകാം. അനുച്ഛേദം 28(2) അതിൽ മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ എൻഡോവ്മെൻറ്റിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 28(1) ബാധകമല്ല. അനുച്ഛേദം 28(2) പ്രകാരം മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ എൻഡോവ്മെൻറ്റിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 28(1) എന്ന് പറയുന്നത് ബാധകമല്ല. അതുപോലെ തന്നെ 28(3) എന്ന് പറയുന്ന അനുച്ഛേദമുണ്ട്. രാഷ്ട്രത്തിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയും നിർബന്ധിക്കാൻ പാടില്ല. അനുച്ഛേദം 28(3) പ്രകാരം രാഷ്ട്രത്തിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയും നിർബന്ധിക്കാൻ പാടുള്ളതല്ല. ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവെന്ന് പറയുന്നത് 450x300 മില്ലിമീറ്റർ ആണ്. 450x300 മില്ലിമീറ്റർ ആണ്. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് എപ്പോഴാണ്? 26 ജാനുവരി 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് എപ്പോഴാണ്? 26 ജാനുവരി 2002. അതുപോലെ തന്നെ VVIP മോട്ടോർ കാറിലാണെങ്കിൽ 225x150 മില്ലിമീറ്റർ ആണ്. 225x150 മില്ലിമീറ്റർ ആണ് ഫ്ലാഗ് കോഡ് വരുന്നത്. അതുപോലെ ടേബിൾ ഫ്ലാഗ് ആണെച്ചാൽ 150x100 മില്ലിമീറ്റർ ആണ്. 150x100 മില്ലിമീറ്റർ ആണ് ടേബിൾ ഫ്ലാഗ് ആണെങ്കിൽ ഫ്ലാഗ് കോഡ് പ്രകാരം. ഇന്ത്യയിലെ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് 26 ജനുവരി 2002 പിന്നെ അതുപോലെ വിമാനങ്ങളിൽ VVIPൻ്റെ പതാകയുടെ അളവ് എന്ന് പറയുന്നത് 450x300 മില്ലിമീറ്റർ ആണ്. അതുപോലെ മോട്ടോർ കാർ ആണെച്ചാൽ 225x150 മില്ലിമീറ്റർ ആണ്. ടേബിൾ ഫ്ലാഗ് ആണെങ്കിൽ 150x100 മില്ലിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? ബ്രിട്ടീഷ് രാജാവ് വില്യം സ്ത്രീ ആണ്. വില്യം സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ബിൽ ഓഫ് റൈറ്റ്സ് അഥവാ അവകാശ നിയമം വില്യം സ്ത്രീയാണ് സൈൻ ചെയ്ത് ഒപ്പുവെച്ച് നൽകിയത്. ഇത് AD 1689 നടക്കുന്നത്. AD 1689 നടക്കുന്നത്. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിൻ്റെ ഭാഗമായാണ് നൽകുന്നത്. ഇത് വില്യം സ്ത്രീയും പിന്നെ മേരിയും കൂടെയാണ് ഈ അവകാശ പത്രികയിൽ ഒപ്പുവെക്കുന്നത്. അവകാശ പത്രിക ഓർ നിയമം അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്നും അറിയപ്പെടുന്നു. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ലഡാക്കും സസ്കറുമാണ്. ട്രാൻസ് ഹിമാലയ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് എവിടെയാണ് ട്രാൻസ് ഹിമാലയ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ ലഡാക്കിൻ്റെ വടക്ക് കിഴക്കായിട്ടാണ്
സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്കും സസ്കറും. കാരക്കോറും ലഡാക്കും സസ്കറുമാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. അതേപോലെ സസ്കറിൽ ഇവിടെ കടന്നു പോകുന്ന ചുരങ്ങൾ ഏതൊക്കെയാണ്? ഷിപ്കില, ലിപുലേഖ്, മൗചുരം. ഷിപ്കില, ലിപുലേഖ് ചുരങ്ങളാണ് സസ്കറായിട്ട് കടന്നു പോകുന്നത്. അതേപോലെ നമുക്ക് കാരക്കോറത്തിലാണ് ഇന്ദിരാകോൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കാരക്കോറത്തിലാണ് ഇന്ദിരാകോൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജില്ലയും പാലക്കാടാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം? ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. അതുപോലെ ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23-നാണ് ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം എന്ന് പറയുന്നത് മാർച്ച് 23-നാണ്. ഇന്ത്യയിൽ എപ്പോഴാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്? ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലം എപ്പോഴാണ് അനുഭവപ്പെടുന്നത്? മാർച്ച് തൊട്ട് മെയ് വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ചൂടുള്ള മാസം ഏതാ? ഏപ്രിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. കൂടുതൽ തണുപ്പുള്ളത് ജനുവരിയിലായിരിക്കും. ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത് ജനുവരിയിലായിരിക്കും. അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏത് മാസത്തിലാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മേഘാലയയിലെ മൗസിൻറാമിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കുറവ് മഴ ലഭിക്കുന്നത് ലേ ലഡാക്കിലാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ലേ ലഡാക്കിലാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട്. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര്? അത് നഗരമാണ്. 1,00,000-ലധികവും 10,00,000-ൽ താഴെ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നഗരമാണ്. അതേപോലെ 1,00,000-ൽ താഴെ ജനസംഖ്യ ഉള്ളതാണെങ്കിൽ അത് പട്ടണമായിരിക്കും. 1,00,000-ൽ താഴെ ജനസംഖ്യയാണെന്ന് വെച്ചാൽ പട്ടണമായിരിക്കും. 1,00,000-ൽ അധികവും 10,00,000-ൽ താഴെയാണെങ്കിൽ അത് നഗരമായിരിക്കും. 10,00,000-ലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളാണ് മെട്രോപൊളിറ്റൻ നഗരം. അതുപോലെ 10,00,000-ലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളാണ് മെട്രോപൊളിറ്റൻ നഗരം. 1,00,000-ൽ താഴെ ജനസംഖ്യയാണെങ്കിൽ പട്ടണം. 1,00,000-ലധികവും 10,00,000-ൽ താഴെയും ജനസംഖ്യയാണെങ്കിൽ നഗരം. ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം UP ആണ്. ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് UP ആണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം UP ആണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. അതുപോലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലക്ഷദ്വീപാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. അടുത്ത ചോദ്യം, കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. താഴെ തന്നിരിക്കുന്നതിൽ മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം? മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്നത് അറ്റ്ലസും പശ്ചിമഘട്ടമാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം.
താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത്. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ബസാൾട്ടാണ്. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ബസാൾട്ടാണ്. ഈ അവസാദ ശിലകളെന്ന് പറയുന്നത് മൂന്നെണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് യാന്ത്രികമായി അല്ലെങ്കിൽ ബലകൃതമായി രൂപം കൊള്ളുന്നവ. യാന്ത്രികമായി അല്ലെങ്കിൽ ബലകൃതമായി രൂപം കൊള്ളുന്നവ. ഇവയ്ക്ക് എക്സാമ്പിൾസ് പറയാം. രൂപം കൊണ്ടവ എക്സാമ്പിൾ ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല്. ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല്. അതായത് അവസാദ ശിലകളിൽ യാന്ത്രികമായി അല്ലെങ്കിൽ ബലകൃതമായി രൂപം കൊണ്ടവ എന്ന് പറയുന്നത് ഷെയിലും ഫലമായും മണൽക്കല്ലുമാണ്. അതേപോലെ രണ്ടാമത്തെ രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ. രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ അതായത് കെമിക്കലി ഇവോൾവ് ചെയ്ത് വന്നത്. ജിപ്സം, കല്ലുപ്പ്, ചേർട്ട്, ഹാലൈറ്റ്. ജിപ്സം, കല്ലുപ്പ്, ചേർട്ട്, ഹാലൈറ്റ്. രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ അവസാദ ശിലകളിൽ യാന്ത്രികമായി അല്ലെങ്കിൽ ബലകൃതമായി രൂപം കൊണ്ടവ എന്ന് പറയുന്നത് ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ലാണ്. പിന്നെ അതുപോലെ രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ എന്ന് പറയുന്നത് ജിപ്സം, കല്ലുപ്പ്, ചേർട്ട്, ഹാലൈറ്റ് ആണ്. അതുപോലെ മൂന്നാമത്തെ ജൈവികമായി രൂപം കൊണ്ടവ അത് ഗിസറൈറ്റ്, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ്, കല്ലാണ്. ജൈവികമായി രൂപം കൊണ്ടവ എന്ന് പറയുന്നത് ഗിസറൈറ്റ്, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ്, കല്ലൊക്കെയാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അവസാദ ശിലകൾ അത് യാന്ത്രികമായി 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ യാന്ത്രികമായി അല്ലെങ്കിൽ ബലാകൃതമായി രൂപം കൊണ്ടവ എന്ന് പറയുന്നത് ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ലാണ്. അതേപോലെ രണ്ടാമത്തെ രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ ജിപ്സം, കല്ലുപ്പ്, ചേർട്ട്, ഹാലൈറ്റ് ആണ്. ജൈവികമായി രൂപം കൊണ്ടവ ഗിസറൈറ്റ്, കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ്, കല്ല് തുടങ്ങിയവയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? അത് അലുമിനിയം, സിലിക്കയാണ്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ അലുമിനിയം ആൻഡ് സിലിക്കയാണ്. അതുപോലെ അടുത്ത ചോദ്യം, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻഡോവ്മെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻഡോവ്മെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2002 ഈ നാമം സ്വീകരിച്ചത്. 2002 ഈ നാമം സ്വീകരിച്ചത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ലോകത്ത് ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ലോകത്ത് ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നിങ്ങൾക്ക് ഇതുവരെ എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.